ഹലോ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അത് നമ്മൾ ആവറേജിൻ്റെ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ MTSന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചിരുന്നു. അതേപോലെ അതിന് മുമ്പ് പെർസെൻറ്റേജ് നോക്കിയിരുന്നു. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആവറേജ് ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഉണ്ട്, കുറച്ച് ബേസിക് കൺസെപ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതേപോലെ നിങ്ങളെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എല്ലാം. അപ്പോൾ ഓണത്തിൻ്റെ മൂടൊക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിത്തത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ MTSൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പോൾ GK ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ അതേപോലെ മാത്സും റീസണിങ്ങും ക്വസ്റ്റ്യൻസ് കിട്ടും. അതെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ അതും പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഓഫ് A and B is 36. അപ്പോൾ രണ്ട് നമ്പേഴ്സ് എയുടെയും ബിയുടെയും ആവറേജ് 36 ആണ്. ഇനി അടുത്തത് ബിയുടെയും സിയുടെയും ആവറേജ് 42. അപ്പോൾ എയുടെയും ബിയുടെയും ആവറേജ് എന്ന് പറഞ്ഞാൽ A+B/2 ആണല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. രണ്ട് ആൾക്കാരല്ലേ, എയും ബി ആകുമ്പോൾ രണ്ട് ആൾക്കാർ. അപ്പോൾ A+B/2 ആണ് 36. അവിടെ നിന്ന് A+Bയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? 36 × 2 എന്ന് വരും, 72 ആണ് വരിക A+B. ഇനി അടുത്തത് ബിയുടെയും സിയുടെയും ആവറേജ് എന്ന് പറഞ്ഞാൽ B+C/2 ആണ് 42 എന്ന് പറയുമ്പോൾ B+C = 42 × 2 എന്ന് പറഞ്ഞാൽ 84. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഫറൻസ് ബിറ്റ്വീൻ C ആൻഡ് A. സിയുടെയും എയുടെയും ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ B+Cയും അറിയാം, A+Bയും നമുക്ക് എത്രയാണെന്നറിയാം, 72. നമുക്ക് വേണ്ട സിയും -A അല്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ C ആൻഡ് A. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. വ്യത്യാസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് B അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. C - A എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര വരുന്നത്? 12. ഓപ്ഷൻ B ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ രീതിയിൽ നമ്മളങ്ങ് ചെയ്തു പോയാൽ മതി. ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത് ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 8 മൾട്ടിപ്പിൾസ് ഓഫ് 6? ഫസ്റ്റ് 8 മൾട്ടിപ്പിൾസ് ഓഫ് 6 എമംഗ് ദ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 8 മൾട്ടിപ്പിൾസ് ആണ് 6ൻ്റെ, അതിൻ്റെ ആവറേജ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ 8 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 വരും, 12 വരും, അതേപോലെ തന്നെ 48 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് വരിക. ആദ്യത്തെ 8 മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. 6 × 8 വരെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ AP എന്താണെന്ന് അറിയണം. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 6 കഴിഞ്ഞിട്ട് 12 ആണ് വരുന്നത്. എത്രയുടെ ഡിഫറൻസ് ഉണ്ട്? 6ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത നമ്പർ 18 ആണ്, വീണ്ടും 6ൻ്റെ ഡിഫറൻസ്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 24 ആണ്, വീണ്ടും 6ൻ്റെ ഡിഫറൻസ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നമ്പേഴ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് പോയേക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് ഈ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. n/2 A+L എന്നും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ. അപ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, A ഫസ്റ്റ് നമ്പർ, L ലാസ്റ്റ് നമ്പർ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ SN = n/2. N എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട്. 8/2. ഇനി അടുത്തത് A+L. A എന്ന് പറഞ്ഞാൽ 48, L എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ 6, L എന്ന് പറഞ്ഞാൽ 48. ഇവ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 54 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 8/2 × 54 എന്നാണ്. ഇതും കൂടെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ ഒരു 4 വരും. നമുക്ക് വേണ്ടത് കിട്ടുന്ന നമ്പർ 5 × 54. ഇതാണ് നമ്മുടെ സമ്മ്.
സമ്മാണിത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജിന്റെ ഇക്വേഷൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലോ. അപ്പോൾ 4 × 5 54 ആണ് സമ്മ്. നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. എത്ര? 8. നമുക്കറിയാലോ. ഇതുകൂടെ ക്യാൻസൽ, ഇവിടെ 2 വന്നു. ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 27 വന്നു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ആവറേജിന്റെ ഇക്വേഷൻ സെപ്പറേറ്റ് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, AP വെച്ചിട്ട് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. AP എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? കോമൺ ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് AP യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷൻ, സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 a + l ആണ് സമ്മിന്റെ ഇക്വേഷൻ. ഇനി സമ്മിന്റെ അടുത്ത ഇക്വേഷൻ എന്താണ്? 2a n/2 2a + n-1d എന്ന് പറയുന്നു. ഇവിടെ ഒരു ഡിയും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. എപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ലാസ്റ്റ് നമ്പർ അഥവാ നമുക്ക് അറിഞ്ഞൂടാ, ഇവിടെ ലാസ്റ്റ് നമ്പർ 48 അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ലാസ്റ്റ് നമ്പർ അറിയില്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ സമ്മ് കണ്ടുപിടിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? n/2 എന്ന് പറഞ്ഞാൽ 8/2 8 നമ്പേഴ്സ് ഉണ്ട്. 2a എന്ന് പറഞ്ഞാൽ 2 × 6 12 വരും. n എന്ന് പറഞ്ഞാൽ 8 8 - 1 7 7 × ഡിഫറൻസ് ആണ് d എന്ന് പറയുന്നത്. ഡിഫറൻസ് 6. അപ്പോൾ 42 + 12 എന്ന് വരും 54. 54 × 8/2 ഇവിടെ ഒരു ക്യാൻസൽ ചെയ്തു. 4 × 54 അല്ലേ ഇവിടെ ആൻസർ കിട്ടിയത്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട കൺസെപ്റ്റ് എന്താണ്? APയുടെ കൺസെപ്റ്റ്. 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സമ്മ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ആവറേജ് ഓഫ് ഓൾ ദ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അപ് ടു 100. അപ്പോൾ 100 വരെയുള്ള എല്ലാ പ്രൈം നമ്പറിൻ്റെയും കോമ്പോസിറ്റ് നമ്പറിൻ്റെയും എന്താ ആവറേജ് എടുക്കുക. ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓൾ ദ 100ൻ്റെ അകത്തുള്ള എല്ലാ 100 വരെയുള്ള എല്ലാ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 100 വരെയുള്ള എല്ലാ നമ്പേഴ്സും വരും. 1 തൊട്ട് 100 വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ 1 തൊട്ട് 100 വരെയുള്ള നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് കോമൺ ഡിഫറൻസ് ആണുള്ളത്, 1ൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? n/2 a + l. ഓക്കെ, n എന്ന് പറഞ്ഞാൽ 100 100 / 2 a + l എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, ലാസ്റ്റ് നമ്പർ 100. ഇതിവിടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 50 വന്നു. ഇനി 100 + 1 എന്നാണ് നമുക്ക് വരിക. 101 × 50. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് ടേംസ്. ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എന്ന് പറയുന്നത് എത്രയാണ്? 50 × 101 ഡിവൈഡഡ് ബൈ നമ്പർ എത്ര? 100. ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 2 വന്നു. ഇതുകൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 50.5 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ചെയ്യുന്ന മനസ്സിലായോ? ഫസ്റ്റ് നമ്പർ 1 ആണെന്നറിയാം, ലാസ്റ്റ് നമ്പർ 100 ആണെന്നറിയാം, നമ്പർ ഓഫ് ടേംസ് 100 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് n/2 a + l എന്ന് പറയുന്നത്. ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 50.5. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്തൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ആവറേജ് വെയിറ്റ് ഓഫ് 12 ആർട്ടിക്കിൾ ഇസ് 18 kg. അപ്പോൾ 12 ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് ആണ് 18 kg. അഡിഷൻ ഓഫ് അനദർ ന്യൂ ആർട്ടിക്കിൾ, ഇനി ഒരു ആർട്ടിക്കിളും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 13 ആർട്ടിക്കിളായി. അപ്പോൾ ആവറേജ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 500 എന്ന് പറഞ്ഞാൽ ആവറേജ് നേരത്തെ നിന്നും 500 കുറഞ്ഞു, 600 ഗ്രാം കുറഞ്ഞു. അപ്പോൾ 17.5 kg ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ന്യൂ ആർട്ടിക്കിൾ, പുതുതായിട്ട് ആഡ് ചെയ്ത ആർട്ടിക്കിളിൻ്റെ വെയിറ്റ് എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആർട്ടിക്കിളും കൂടെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ബാക്കിയുള്ള ആർട്ടിക്കിൾ, ഇപ്പം എല്ലാ ആർട്ടിക്കിളും 18 ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. 18 ഈ ആവറേജ്, ഒരു നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു 10 നമ്പറിൻ്റെ ആവറേജ് 20 പറഞ്ഞാൽ അതിനർത്ഥം ഈ 10 നമ്പറിനെ നമുക്ക് 20 എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ 12 ആർട്ടിക്കിളിൻ്റെയും ആവറേജ് വെയിറ്റ് 18 എന്ന് പറഞ്ഞാൽ 12 ആർട്ടിക്കിളിൻ്റെയും വെയിറ്റ് 18 എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ അകത്തോട്ട് ഒരു 13 വന്നപ്പോൾ അതിൻ്റെ ആവറേജ് 17.5 കുറഞ്ഞു.
എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും? 17.5, 17.5, 17.5, 17.5, 17.5, 17.5 എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കും 17.5 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പുതുതായിട്ട് വന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 12 ആൾക്കാർക്കും ഉണ്ടായ വെയിറ്റിൻ്റെ വ്യത്യാസം എത്രയാണ്? 12 ആൾക്കാർക്കും 500 ഗ്രാം കുറഞ്ഞു. അപ്പോൾ ഈ 12 പേർക്കും കൂടെ ചേർന്ന് 6 കിലോയാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ 12 പേർക്കും 6 കിലോ കുറഞ്ഞു. അപ്പോൾ വന്ന ആൾക്ക് അത്രയും വെയിറ്റ് കുറവായതുകൊണ്ടാണ് ഈ 6 കിലോ കുറഞ്ഞത്. അപ്പോൾ എന്താണ് ചെയ്യുക? 6 കിലോയും പോയി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വന്ന ആൾക്ക് എന്താണ്? അപ്പോൾ വന്ന ആൾ 17.5 കൊണ്ടാണ് വന്നത് അല്ലേ? വന്ന ആൾക്കും ഈ 13ാമത്തെ ആളല്ലേ ഈ 17.5. അപ്പോൾ അയാൾക്ക് ഈ 17.5 എത്ര കുറയ്ക്കണം? 6 അങ്ങ് കുറയ്ക്കണം. ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവത്തില്ല, ഇതൊരു ടെക്നിക്കാണ്. അപ്പോൾ 11.5 നമുക്ക് കിട്ടുന്ന ഉത്തരം. ഞാൻ ഒന്നുകൂടെ കൺസെപ്റ്റ് പറഞ്ഞു തരാം. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നേരത്തെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരാളും കൂടെ വന്ന ആവറേജ് വെയിറ്റ് കൂടേണ്ടതാണ്. പക്ഷെ കുറഞ്ഞ സ്ഥിതിക്ക് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വന്ന ആൾക്ക് അത്രയും നേരത്തെ ഉള്ള ആവറേജ് വെയിറ്റിനെക്കാട്ടിയും കുറവൊരു വെയിറ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും 500 ഗ്രാം വീതം കുറഞ്ഞു. അതിനർത്ഥം മൊത്തത്തിൽ 12 പേർക്കും 500 ഗ്രാം വീതം എന്ന് പറഞ്ഞാൽ 6 കിലോ അങ്ങ് കുറഞ്ഞു. ഓക്കെ, 6 കിലോ കുറഞ്ഞു. 6 കിലോ എവിടെ നിന്നാണ് കുറഞ്ഞത്? 17.5 ആണ്. ഈ 13ാമത്തെ ആൾക്കും എന്താണ്? 17.5. അവിടെ നിന്ന് എന്ത് ചെയ്തു? 6 കിലോ നമുക്ക് കുറഞ്ഞു. 17.5 6 കിലോ കുറയുക എന്ന് പറഞ്ഞാൽ എത്ര വരും? 13ാമത്തെ ആൾക്കും 17.5 എന്നാണല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേർക്ക് ആ വന്ന ആൾക്ക് ഇത്രയും വെയിറ്റ് കാണത്തില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ കുറയാൻ കാരണം എന്താ? അയാൾ വന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് അത് കുറയാൻ കാരണം. ഇപ്പം അഥവാ ഈ 13ാമത്തെ ആൾ വന്നിട്ട് ബാക്കിയുള്ളവരുടെ ആവറേജ് ഇപ്പോൾ 18 വരെ 19 ആവറേജ് ആയെങ്കിൽ എന്ത് ചെയ്തനെ? 19 ആവാൻ കാരണം എന്താ? പുതുതായിട്ട് വന്ന ആൾക്ക് അത്രയും വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഈ 12 പേർക്കും 1 കിലോ വീതം കൂടി എന്ന് പറഞ്ഞാൽ 12 കിലോ കൂടി. വന്ന ആൾക്ക് എത്ര കിലോ ഉണ്ട്? 19 ആയില്ലേ ആവറേജ്. അപ്പോൾ 19ന്റെ കൂടെ 12 കിലോയും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നേ. ഇവിടെ പക്ഷേ 6 കിലോ എന്താണ് ചെയ്തത്? കുറയുമല്ലേ ചെയ്തത്. അതുകൊണ്ട് ഈ 17.5 ആയിട്ട് വന്ന ആൾക്ക് യഥാർത്ഥത്തിൽ 17.5 അല്ല, അവിടെ നിന്ന് എന്ത് ചെയ്യുക? 6 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 11.5. അപ്പോൾ ഈ കൺസെപ്റ്റ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 12 ആർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 kg. ഇനി അടുത്ത ഒരു 13 ആർട്ടിക്കിൾ, ഇനി ഒരു ആർട്ടിക്കിളും കൂടെ ചേർന്ന് വരുവാണ്. അപ്പോഴും നമ്മുടെ വെയിറ്റ് 19 kg ആയി. 1 കിലോ കൂടി എന്ന് പറഞ്ഞാൽ 19 kg ആയി. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 12 പേർക്കും 1 കിലോ വീതം കൂടിയില്ലേ എന്ന് പറഞ്ഞാൽ 12 കിലോ കൂടി. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 12 കിലോ കൂടി. എവിടെ നിന്നാണ് 12 കിലോ കൂടിയത്? ഈ 13ാമത് നിൽക്കുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ എത്ര? 19 കിലോ ഉണ്ട്. ആ 19ന്റെ കൂടെ എത്രയും കൂടെ വരും? ഒരു 12 കൂടെ വരും. കാരണം ഇയാളുടെ അഡീഷണൽ വെയിറ്റ് ആണ് ഈ 12 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതങ്ങ് പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 31 വരും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. 2 കൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് എമംഗ് ദ നാച്ചുറൽ നമ്പേഴ്സ്? അപ്പോൾ ആദ്യത്തെ 15 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്ര എന്നാണ് ചോദ്യം. ആദ്യത്തെ 15 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1 തൊട്ട് 29 വരെയുള്ള നമ്പർ അല്ലേ? 1 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 5, 5 കഴിഞ്ഞ് 7, 7 കഴിഞ്ഞ് എത്ര? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സാണ്
ഓഡ് നമ്പർ. 7 കഴിഞ്ഞിട്ട് എത്ര? 9 വരും. 9 കഴിഞ്ഞിട്ട് 11 വരും. 11 കഴിഞ്ഞിട്ട് 13 വരും. 13 കഴിഞ്ഞിട്ട് എത്ര? 15 വരും. 15 കഴിഞ്ഞിട്ടോ 17 വരും. 17 കഴിഞ്ഞിട്ട് 19 വരും. 19 കഴിഞ്ഞിട്ട് 21 വരും. 21 കഴിഞ്ഞിട്ട് 23 വരും. 23 കഴിഞ്ഞിട്ട് 25 വരും. 25 കഴിഞ്ഞിട്ട് 27, 29. 15 ഓഡ് നമ്പേഴ്സ് ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്പർ 1ഉം ലാസ്റ്റ് നമ്പർ 29. അപ്പോൾ നമുക്ക് ഫസ്റ്റും ലാസ്റ്റും അറിയാവുന്ന സ്ഥിതിക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ. സമ്മിൻ്റെ ഇക്വേഷൻ n/2. n എന്ന് പറഞ്ഞാൽ 15 ആൾക്കാരുണ്ട്. ഡിവൈഡ് ബൈ 2. ഫസ്റ്റ് നമ്പർ 1ഉം ലാസ്റ്റ് നമ്പർ 29, 30 എന്ന് കിട്ടി. ഇതോടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 15 വന്നു എന്ന് പറഞ്ഞാൽ സം എന്ന് പറയുമ്പോൾ 15 × 15 ആണ്. അപ്പോൾ ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 15 × 15 ഡിവൈഡഡ് ബൈ നമ്പർ 15 തന്നെയാണ്. ഇതോടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആവറേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 15 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഏജ് ഓഫ് 3 ഫ്രണ്ട്സ് ഈസ് 32 ഇയേഴ്സ് ഇഫ് ദ ഏജ് ഓഫ് 4th ഫ്രണ്ട് ഈസ് ആഡഡ്. അപ്പോൾ 32 ഫ്രണ്ട്സിൻ്റെ ആവറേജ് എന്ന് 3 ഫ്രണ്ട്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 3 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 32 ഇയേഴ്സ് ആണ്. ഇനി അടുത്ത ഒരു 4th ഫ്രണ്ടും കൂടെ വരുവാണെങ്കിൽ അവരുടെ ആവറേജ് ഏജ് 34 ആവുന്നു. എന്ന് പറഞ്ഞാൽ 32, ഈ 3 പേർക്ക് 32 സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവിടെ ഇപ്പോൾ അഡീഷണലി 2ഉം കൂടെ വന്നു. അപ്പോൾ 2 × 4 8 ആണ് അഡീഷണലി. ഈ 8 കിലോ അല്ല 8 ഇയേഴ്സ് അധികം വരാൻ കാരണം എന്താ? പുതുതായിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട്. 4th പേഴ്സൺ വന്നതിന് ശേഷമാണ് ഈ 3 പേർക്കും 2 വർഷം വീതം കൂടിയത്, 2 ഏജ് വീതം കൂടിയത്. അപ്പം 8 ഏജ് കൂടി. ഇനി പുതുതായിട്ട് വന്ന ആൾ, ഈ 4 പേർക്ക് 34 ആവറേജ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന ആളുടെ ഏജ് നമുക്ക് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യാം? 34 സെറ്റ് ചെയ്യാലോ. യഥാർത്ഥത്തിൽ 34 ആണോ? 34 അല്ല. അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരും? ഈ ഒരു 8ഉം കൂടെ വരും. കാരണം ഇയാൾക്കൊരു 8 ഏജും കൂടെ അധികമായത് കൊണ്ടാണ് ആ നേരത്തെ എല്ലാവർക്കും 32 സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇയാളും കൂടെ വന്നതിന് ശേഷം എല്ലാവർക്കും 34 ആയത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇയാൾക്ക് എന്തൊക്കെയുണ്ട്? 4 പേർക്കല്ല 2 വീതം കൂടുന്നത്, 3 പേർക്കാണ് 2 വീതം കൂടുന്നത്, 6 ആണ്. അപ്പോൾ 3 പേർക്കല്ലേ 2 വീതം കൂടുന്നത്, ഇവിടെയാണ് കൂടുന്നത്. അപ്പോൾ 3 × 2 6 ആണ് കൂടുക. അപ്പോൾ വന്ന ആൾക്ക് 34 ഉണ്ട്, പിന്നെ ഒരു 6ഉം കൂടെ ചേർന്ന് 40 ഇയേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി 40. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു 2-3 ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നോക്കുമ്പോൾ ക്ലിയർ ആവും. ആവറേജ് ഓഫ് 24 സ്റ്റുഡൻസ് ആൻഡ് ദ ക്ലാസ് ടീച്ചർ. 24 സ്റ്റുഡൻസും ക്ലാസ് ടീച്ചറും എന്ന് പറഞ്ഞാൽ 25 പേരുണ്ട്. അവരുടെ ആവറേജ് 16 ആണ്. ഇനി അടുത്ത ഇഫ് ദ ക്ലാസ് ടീച്ചേഴ്സ് ഏജ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഏജ് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 പേരെ ഉള്ളെങ്കിൽ ആവറേജ് റെഡ്യൂസ് ബൈ 1 ഇയർ എന്ന് പറഞ്ഞാൽ 15 ആകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ക്ലാസ് ടീച്ചർ? ക്ലാസ് ടീച്ചറിൻ്റെ ഏജ് എത്ര? അപ്പോൾ ടീച്ചറിൻ്റെ ഇവിടെ 25 പേരുടെയും ആവറേജ് 16 എന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ അങ്ങ് പോയി. ടീച്ചർ എത്രയും കൊണ്ടാണ് പോയത്? 16ഉം കൊണ്ടുപോയി. പിന്നെ ബാക്കിയല്ല 24 പേരെന്നും 1ഉം കൂടെ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞാൽ ടീച്ചർ പോയതിന് ശേഷമല്ലേ 16, 15 ആയത്. അപ്പോൾ ഈ 24 പേർക്കും 16 മാറി 15 ആയി എന്ന് പറഞ്ഞാൽ 24 പേർക്കും 1 കുറഞ്ഞു. 24 പേർക്ക് 1 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 24 ഏജ് കുറഞ്ഞു. അപ്പോൾ ടീച്ചർ പോയതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്. അപ്പോൾ അതെല്ലാം ടീച്ചർ കൊണ്ടുപോയതായിരിക്കുമല്ലോ. അപ്പോൾ 16 + 24 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 40. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആവറേജ് ഏജ് ഓഫ് 36 സ്റ്റുഡൻസ്, 36 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 14. ടീച്ചേഴ്സ് ഏജ് ഇസ് ഇൻക്ലൂഡഡ് ടു ഇറ്റ്. അപ്പോൾ ടീച്ചറും കൂടെ വന്ന് 37 പേരായി. ആവറേജ് ഏജ് ഇൻക്രീസസ് ബൈ 1 എന്ന് പറഞ്ഞാൽ നേരത്തെ നിന്നും 1 കൂടും. അപ്പോൾ ടീച്ചറും കൂടെ വന്നതിന് ശേഷമാണ് 15 ആയത്. അപ്പോൾ ടീച്ചർ 15 കൊണ്ടാണ് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ടീച്ചറിന് 15 മാത്രമല്ല 14 എന്ന് പറയുന്നത് ഈ 36 പേർക്കും 14 15 എന്ന് പറയുമ്പോൾ 1ൻ്റെ ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ 36 × 1 36, പിന്നെ ഒരു 15ഉം കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 51. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ
അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 10 items, അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഓഫ് 10 items was found to be 80. But while calculating, one of the item was counted as 60 instead of 50. അപ്പോൾ 10 ഐറ്റംസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 80 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പറ്റിയത് എന്താ, 60 ഇൻസ്റ്റെഡ് ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിൻ്റെ, ഇപ്പം നമ്മൾ ബില്ലൊക്കെ അടിക്കാൻ ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ തെറ്റ് സംഭവിക്കുന്നില്ല. ചിലതിന് 60 രൂപയ്ക്ക് വരെ അവർ കൂടുതലായിരിക്കും അവർ എപ്പോഴും എടുക്കുക, 50 രൂപയുടെ സാധനം അവർ 60 രൂപയെന്നൊക്കെ അടിച്ച് തരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. വൺ ഓഫ് ദ ഐറ്റം വാസ് കൗണ്ടഡ് ആസ് 60 ഇൻസ്റ്റെഡ് ഓഫ് 50 എന്ന് പറഞ്ഞാൽ 50-ന് പകരം 50 ആയിരുന്നു കറക്റ്റ്, അതിന് പകരം എററായിട്ടുള്ള 60 അടിച്ചു വെച്ചേക്കുന്നത്. അപ്പോഴുള്ള ആവറേജ് ആണ് 80. അങ്ങനെയാണെങ്കിൽ കറക്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുക? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ ആവറേജിൻ്റെ നമ്പർ ആയിരിക്കുമല്ലോ. ആവറേജ് 10, 80, ആവറേജ് 80, 10 നമ്പർ. അപ്പോൾ 80 × 10 എന്ന് പറഞ്ഞാൽ 800. 800 ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ സം. ടോട്ടൽ സം 800 എന്ന് കിട്ടി. അതിന്ന് നമുക്ക് 50 ആയിരുന്നു കറക്റ്റ്, 60 എൻ്റർ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? 10 അധികമായിട്ട് നിൽക്കുകയല്ലേ. യഥാർത്ഥത്തിൽ 50 വേണ്ടത്, 60 എൻ്റർ ചെയ്തു, 10 അധികമാണ്. ആ 10 അവിടെ നിന്ന് കുറയ്ക്കുക, 790. അതിൻ്റെ ആവറേജ് എടുക്കുക. ഇപ്പോഴും അത് 10 ആൾക്കാരല്ലേ ഉള്ളത്. ഡിവൈഡ് ബൈ 10 ചെയ്യുക, 79 ഇസ് ദ ആൻസർ. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 80 ആണല്ലോ ആവറേജ്. ഓക്കെ, ഇനി അടുത്തത് എറർ എന്ന് പറയുന്നത് 10ൻ്റെ വ്യത്യാസമുണ്ട്. എന്താണ്? 50 60 എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ 10 കൂടുതലാണ്, 10 കുറയ്ക്കണം. അപ്പോൾ -10. -10ൻ്റെ ആവറേജ് എടുക്കുക. -10 എത്ര പേർക്കാണ്? -10 ഐറ്റംസിനെയും വ്യത്യാസം വരത്തില്ലേ. ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 1 -1. നമ്മുടെ യഥാർത്ഥ ആവറേജ് 80 ആണല്ലോ, അതിൽ നിന്ന് 1 കുറയ്ക്കുക. -1 വന്നതുകൊണ്ട് മൈനസ് ചെയ്യുക. 79 നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഈ എറർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ കൂടുതലായിട്ട് കിടക്കുകയാണെങ്കിൽ കുറയ്ക്കുക, കുറവ് കിടക്കുകയാണെങ്കിൽ കൂടുതൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ക്ലിയർ ആവുന്നേ ഉള്ളൂ. ഈ എക്സാം എന്ന് പറയുന്നത് GKയും ഇംഗ്ലീഷുമാണ് വെയിറ്റേജ് കൂടുതലെങ്കിലും മാത്സിനും കൂടെ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമുക്കൊന്ന് ക്വാളിഫയിങ് മാർക്ക് വേണമല്ലോ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഹാപ്പി ലേണിംഗ്.